അപ്പൊ ഇന്ന് നമ്മൾ കൊച്ചിയിൽ വന്നിട്ട് ഡേ 2. അപ്പോൾ രാവിലെ 10 മണിയാകുമ്പോഴാണ് നമ്മൾ എണീച്ചത്. അപ്പൊ എന്തായാലും ബ്രഷ് ചെയ്തിട്ട് ചായ കുടിക്കാൻ പോകാന്നുള്ള പ്ലാനിൽ നമ്മളെ നേരെ എണീച്ച് ബ്രഷ് ചെയ്യാൻ പോയി. ബ്രഷൊക്കെ ചെയ്ത് വന്ന് വാലറ്റും തൊപ്പിയൊക്കെ എടുത്ത് നമ്മളെ നേരെ ചായക്കടയ്ക്ക് വിട്ടു. അപ്പൊ അങ്ങനെ ലിഫ്റ്റിൽ കയറി നമ്മൾ താഴേക്ക് പോയി. ഫ്ലാറ്റിൽ നിന്ന് ആകെ 100 മീറ്റർ സംതിങ് അങ്ങാണ്ട് നടക്കാനുള്ളൂ അടുത്തൊരു ചെറിയ ചായക്കട. എന്നിട്ട് അവിടുന്ന് ചായയും കുടിച്ച് നമ്മളെ നേരെ റൂമിലേക്ക് നടന്നു. അങ്ങനെ നമ്മൾ ചായക്ക് കുടിച്ച് വന്ന് റൂമെത്തി കുറച്ച് നേരം ഒന്ന് കിടന്നു. പിന്നെ ഫ്രഷ് ആയി ഡ്രസ്സൊക്കെ മാറി സമയം നോക്കിയപ്പോഴാണ് 1:45. നമുക്ക് 2 മണിക്ക് ഇന്റേൺഷിപ്പ് സ്റ്റാർട്ട് ചെയ്യും. പിന്നെ ഒന്നും നോക്കില്ല, വേഗം വിടാന്ന് വിചാരിച്ചു. പിന്നെ നേരെ പോകുന്നത് ഇൻസ്റ്റിറ്റ്യൂഷനിലേക്കല്ല, നമുക്ക് ഫുഡ് കഴിക്കണം. ഉച്ചയായി. അപ്പൊ നമ്മൾ നേരെ ഇവിടെ നിന്ന് പോകുന്ന സമൃദ്ധിയിലേക്കാണ്. സമൃദ്ധി എന്താന്നുള്ള കാര്യം എറണാകുളത്ത് വന്ന് സ്റ്റേ ചെയ്യുന്ന ആർക്കും അറിയാതിരിക്കില്ല. നമ്മൾ അവിടെ എത്തിയപ്പോൾ നല്ല തിരക്കായിരുന്നു. പിന്നെ ആ വെയിലത്ത് അവിടെ നിന്നു. അങ്ങനെ നമുക്ക് കിട്ടി ബില്ല്. ഈ ബില്ലും കൊണ്ട് പോയാൽ മാത്രമാണ് അവിടെ നിന്ന് ഫുഡ് കിട്ടുള്ളൂ. ഫുഡൊക്കെ വാങ്ങിയിട്ട് അടുത്ത പരിപാടിയാണ് കഴിക്കാനിരിക്കാനുള്ള സ്ഥലം തപ്പല്. അത് കുറച്ച് ടാസ്ക്കാണ്. ഓരോ ആളുകൾ ഇരിക്കുന്നത് നോക്കിയിട്ടാണ് നമ്മൾ അവിടെ നിൽക്കേണ്ടത്. ഞാൻ നിന്ന സ്ഥലത്ത് ഇതൊരു ചേട്ടൻ അവിടെ നിന്നപ്പോൾ എനിക്ക് അവിടെ സീറ്റ് കിട്ടി. പിന്നെ ഫുഡൊക്കെ കഴിച്ച് നമ്മൾ നേരെ വണ്ടി എടുത്തിട്ട് ഇൻസ്റ്റിറ്റ്യൂഷനിലേക്കാണ്. ഇൻസ്റ്റിറ്റ്യൂഷനെത്തി സമയം 2:30 2:45 ടൈമായി. ഇനിയിപ്പോ എന്തായാലും അവിടെ പോയി തിരയേക്കാം. എന്തായാലും പോയി നോക്കാം. ക്ലാസ്സിലൊക്കെ കയറി ഇങ്ങനെ ഇരുന്ന് ഇന്റേൺഷിപ്പ് ട്രെയിനിങ് പിള്ളേരുടെ അടുത്ത് എന്തൊക്കെയോ പറയണ്ടായിരുന്നു. നമുക്ക് പിന്നെ അടുത്തത് വർക്ക് എന്തായാലും സ്റ്റാർട്ട് ചെയ്യാന്ന് വിചാരിച്ചു. സംഭവം എന്തൊക്കെയോ പറഞ്ഞെന്നൊക്കെ മനസ്സിലാക്കിയിട്ട് നമ്മൾ നമ്മുടെ വർക്ക് സ്റ്റാർട്ട് ചെയ്യും. ഇനി അടുത്ത ഒരു ടാസ്ക്കാണ് എങ്ങനെയെങ്കിലും 7 മണിയാവണേ ഇവിടെ ഇരിക്കണം. എല്ലാം ചെയ്തു കഴിഞ്ഞ് 7 മണിയായി കഴിഞ്ഞപ്പോൾ നമ്മൾ നേരെ ലാപ്ടോപ്പും അടച്ചു വെച്ച് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. അപ്പൊ ബാക്കി പിന്നെ